This news is brought to you by ഹൈ ഫാഷൻ ബോട്ടിക് സോന ഗോൾഡിന് സമീപം ചെറുപുഴ. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള പെരിങ്ങോം താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജോയി സ്വാഗതം ആശംസിച്ചു. പയ്യന്നൂർ MLA TI മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സവിത സി റിപ്പോർട്ട് അവതരിപ്പിച്ചു. പരിപാടിയിൽ DMO ഡോക്ടർ രേഖ KD, DPM ഡോക്ടർ അനിൽകുമാർ PK എന്നിവരും വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ആശംസകൾ നേർന്ന് സംസാരിച്ചു. താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പ്രശാന്ത് PK നന്ദി രേഖപ്പെടുത്തി. നമ്മുടെ രോഗികളുടെ ആധുനിക പ്രതിരോധക്കുറവ്, പകർച്ചവ്യാധി പ്രതിരോധക്കുറവ്, നേത്ര പരിശോധന അത്യാവശ്യ ഇവിടെ നടന്ന സ്ഥലമാണ്. എന്നാൽ ഇപ്പോൾ ആ സംവിധാനം ഇല്ല. ഇവിടുന്ന് ഏതാണ്ട് 5 പേരെ വർക്ക് അറേഞ്ച്മെന്റിൽ വിവിധ സ്ഥലങ്ങളിൽ ആ പ്രവർത്തനം അവർ നടത്തുകയാണ്. ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ ആശുപത്രിയെ ഏത് താല്പര്യത്തോടാണോ ജനങ്ങൾ കാണുന്നത് ആ നിലയിൽ അവിടെ വർക്ക് അറേഞ്ച്മെന്റിൽ വിട്ട ആളുകളെല്ലാം ഇങ്ങോട്ട് പുനർനിർമ്മിക്കാനും ഭാവിയിൽ ഇതിന്റെ പ്രവർത്തനം നല്ല നിലയ്ക്ക് നടപ്പാക്കി പ്രിയപ്പെട്ടവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രമിക്കും എന്ന് കരുതിയാണ്. നമ്മുടെ പ്രിയങ്കരനായ MLA വികസന രംഗത്ത് കുതിപ്പുണ്ടായിക്കൊണ്ട് ഞാൻ വെറുതെ നോക്കി ഈ 5 വർഷത്തിനിടയ്ക്ക് MLA ചെയ്ത പ്രവർത്തനത്തിന്റെ ചെറിയൊരു പ്രവർത്തനം നോക്കിയപ്പോൾ ഏതാണ്ട് 1000 കോടി രൂപയുടെ വികസനമാണ് ഈ മണ്ഡലത്തിനകത്ത്. അതിലധികം ഫണ്ടാണ് വിവിധ കാര്യങ്ങളിൽ നടപ്പാക്കി മുന്നോട്ട് വന്നത്. ഇതിനുള്ളിൽ ആവശ്യമായിട്ടുള്ള ഫർണിച്ചറുകളുമാണ്. അതിനെന്താ മാർഗം? ഇപ്പോൾ MLA ഫണ്ടിൽ നിന്ന് 38 ലക്ഷം രൂപ അനുവദിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അധികം വൈകാതെ എല്ലാ ഫർണിച്ചറും ഇവിടെ നിറയും. ഇനി അതുകൊണ്ടാവുന്നില്ലെങ്കിൽ എങ്ങനെ പൈസ എന്നുള്ളത് ആലോചിച്ച് നമുക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ സന്നദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, സന്നദ്ധ സേവനം നടത്തുന്ന ആളുകൾ ഈ വേദിയിലുണ്ട്. വ്യാപാരി വ്യവസായി സമിതിയുണ്ട്, വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുണ്ട്. ഈ പെരിങ്ങോത്ത് പല രീതിയിലും പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രസ്ഥാനങ്ങളുണ്ട്. അവരുടെ എല്ലാം സഹായവും പിന്തുണയും ഈ ആശുപത്രിയുടെ മുന്നോട്ടേക്ക് പോക്കിനുണ്ടാകും. പക്ഷേ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത നിലയിൽ സൗകര്യങ്ങളെ നന്നായിട്ട് ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് MLA ഫണ്ടിൽ നിന്ന് 38 ലക്ഷം രൂപ അനുവദിച്ച് അതിൻ്റെ ASI മറ്റ് നടപടികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആശുപത്രി ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ ഇതിന്റെ ഒപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ പഴയ കെട്ടിടം ഇവിടെയുണ്ട്. ഞങ്ങൾ ആലോചിച്ചു അതിലെന്താ ചെയ്യേണ്ടത്. ഡയാലിസിസ് രോഗികളായിട്ടുള്ളവര് നിരവധി ആളുകൾ നമ്മുടെ വിശേഷിച്ചും ഈ മലയോര മേഖലയിലുണ്ട്. പെരിയാരത്തും കണ്ണൂരും അതുപോലെ പയ്യന്നൂരും പലയിടങ്ങളിലുമായി പല കുടുംബങ്ങളും ഭർത്താവ് ഡയാലിസിസ് പേഷ്യൻ്റാണ്. MLA വളരെ ശക്തമായിട്ട് അതിൽ ഇടപെട്ടു. അപ്പോൾ അങ്ങനെ ഈ കെട്ടിടം നമുക്ക് യാഥാർത്ഥ്യമാക്കാനായിട്ട് കഴിയും. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. ഈ മലയോര മേഖലയിൽ നമുക്ക് ഡയാലിസിസ് ആരംഭിക്കുന്നതിന് വേണ്ടി 1,70 ലക്ഷം രൂപ കൂടി അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡയാലിസിസ് ഇവിടെ ആരംഭിക്കാനായിട്ട് കഴിയും. പുതിയ തസ്തികകൾ കൂടി ഈ ഘട്ടത്തിൽ ഇവിടെ സൃഷ്ടിക്കുന്നതിന് കഴിഞ്ഞു. അന്ന് ഇവിടെ വന്നപ്പോൾ നമുക്കിവിടെ നേരിട്ട പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇവിടെ ഡോക്ടർമാരെ കൂടുതൽ വേണം എന്നുള്ളതായിരുന്നു. അപ്പോൾ 4 കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസേഴ്സിനെ ഇവിടെ പുതിയ തസ്തിക സൃഷ്ടിച്ചപ്പോൾ പെരിങ്ങോമിന് വേണ്ടി മാത്രമായിട്ട് അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജനറൽ മെഡിസിൻ ഒരു ജൂനിയർ കൺസൾട്ടന്റ് തസ്തിക കൂടി അനുവദിച്ചിട്ടുണ്ട്.
അപ്പൊ നമുക്കിപ്പോ 12 പേരായിട്ടുണ്ടാവുന്നു ഡോക്ടർമാരുടെ എണ്ണം. നമുക്കൊരു കിടത്തി ചികിത്സ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡോക്ടർമാരുടെ എണ്ണമായിട്ടുണ്ട്. അനുബന്ധമായി കൂടുതൽ സൃഷ്ടിക്കുന്നതിനാണ് നമ്മൾ ശ്രമിക്കുന്നത്. കാരണം നമ്മൾ ഇനിയൊരു പയ്യന്നൂരോ അല്ലെങ്കിൽ മറ്റു ആശുപത്രികളിലേക്ക് എത്തുന്നതിന് കുറെ ദൂരം സഞ്ചരിച്ചാണ് എത്തേണ്ടതായിട്ടുള്ളത്. അതുകൊണ്ട് ഈ താലൂക്ക് ആശുപത്രിയെ പൂർണ്ണതോതിൽ ഒരു താലൂക്ക് ആശുപത്രിയുടെ നിലയിൽ പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. 1300 ആരോഗ്യ കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ചു. അതുകൂടാതെയോ ഇന്ന് ഹൃദ്രോഗ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള കാത്ത് ലാബുകൾ ജില്ലാ ആശുപത്രികളിൽ സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം മാത്രമേ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. ആർക്കു വേണ്ടിയിട്ടാണ് കേരളത്തിലെ ആരോഗ്യ രംഗത്തെ സർക്കാർ ആരോഗ്യ മേഖലയെ ആക്രമിക്കുന്നത്? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. നമ്മൾ കണ്ണിൽ മുമ്പിൽ നോക്കുമ്പോൾ പുതിയ അടിസ്ഥാന സൗകര്യങ്ങളായി, പുതിയ ചികിത്സാ സംവിധാനങ്ങളായി നമ്മുടെ മലബാർ ക്യാൻസർ സെന്റർ തലശ്ശേരിയിൽ റോബോട്ടിക് സർജറി വരെ അവിടെയുണ്ട്. കാർട്ടിസെൽ തെറാപ്പി എന്ന് പറഞ്ഞൊരു ക്യാൻസർ ചികിത്സയുണ്ട്. എന്താണെന്ന് അറിയുമോ? ക്യാൻസർ ഇല്ലാത്ത കോശങ്ങളെ കൊണ്ട് ക്യാൻസർ ഉള്ള കോശങ്ങൾ ചികിത്സിപ്പിക്കുക. ഞാനിത് ഒരു മുഖ്യധാര മാധ്യമവും പറയാത്തത് കൊണ്ട് കൂടിയാണ് ഇവിടെ പറയുന്നത്. പുറത്ത് 50-60 ലക്ഷം അതിനു മുകളിലാണ് ആ കാർട്ടിസെൽ തെറാപ്പിക്ക്. ലോകത്തിലെ തന്നെ ഏറ്റവും നൂതനമായ ക്യാൻസർ ചികിത്സകളിൽ ഒന്നാണിത്. നമ്മുടെ മലബാർ ക്യാൻസർ സെന്ററിൽ ചെയ്യുന്നുണ്ട്. ഈ രാജ്യത്തെ സർക്കാർ ആശുപത്രികൾ അപൂർവമായി മാത്രമേ ചെയ്യുന്നുള്ളൂ. 1-2 ഇടത്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് നമ്മുടെ മലബാർ ക്യാൻസർ സെന്ററിൽ ചെയ്യുന്നുണ്ട്. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ 20-25 ലക്ഷം രൂപയാണ് സ്വകാര്യ ആശുപത്രിയിൽ. കുഞ്ഞുങ്ങൾക്ക് പൂർണ്ണമായി സൗജന്യമായി, BPL വിഭാഗത്തിന് സൗജന്യമായി, കാശ് ഉള്ളവർക്ക് അതിൽ APL വിഭാഗത്തിന് വളരെ മിതമായ നിരക്കിൽ മലബാർ ക്യാൻസർ സെന്ററിൽ ചെയ്യുന്നു. അപ്പൊ ഒരു വർഷം 1600 കോടി രൂപയാണ് സർക്കാർ സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. ആ 1600 കോടി രൂപ ഉപയോഗിച്ച് ചികിത്സ തേടുന്ന സാധാരണക്കാരായ മനുഷ്യരെ സർക്കാർ ആശുപത്രികൾ ഉപേക്ഷിച്ച് പുറത്ത് സ്വകാര്യ കുത്തകകളുടെ നിയന്ത്രണത്തിലുള്ള ആശുപത്രികളിലേക്ക് എത്തിക്കുക എന്ന ഗൂഢ ലക്ഷ്യമാണ് ഇതിന് പിന്നിൽ എന്നുള്ളത് നാം കാണണം. അല്ലെങ്കിൽ 10 വർഷം മുൻപ് 10 ആശുപത്രികളിൽ 12 ആശുപത്രികളിൽ ഡയാലിസിസ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് 125 ആശുപത്രികളിൽ ഉണ്ടെങ്കിൽ ആ മുന്നേറ്റം ആരെയാണ് ക്ഷീണിപ്പിക്കുന്നത്? സർക്കാർ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ആ മുന്നേറ്റം ക്ഷീണിപ്പിക്കുന്ന ചിലരുണ്ട്. ഫാഷൻ ലോകത്തെ പുതുപുത്തൻ ട്രെൻഡുകൾ ഇനി നിങ്ങളുടെ കൈപ്പിടിയിൽ. ആഘോഷങ്ങൾ ഇനി കൂടുതൽ വർണ്ണാഭമാക്കാം. സ്ത്രീകൾക്കായുള്ള എല്ലാവിധ വസ്ത്രങ്ങളും ഇനി ഒരിടത്ത്. ഹൈ ഫാഷൻ ബോട്ടിക് സോന ഗോൾഡിന് സമീപം ചെറുപുഴ. അത്യാകർഷകമായ സാരികൾ, ലേറ്റസ്റ്റ് കോട്ട് സെറ്റുകൾ, മാക്സികൾ തുടങ്ങി എല്ലാവിധ ലേഡീസ് ഐറ്റംസുകളും മിതമായ വിലയിൽ. നിങ്ങളുടെ സങ്കല്പത്തിനനുസരിച്ച് വസ്ത്രങ്ങൾ തുന്നി നൽകാൻ ഞങ്ങളുടെ കസ്റ്റമൈസ്ഡ് സ്റ്റിച്ചിങ് സെന്ററും തയ്യാർ. ഗുണമേന്മയുള്ള മെറ്റീരിയലുകൾ, മിതമായ വില, പുതിയ കാലഘട്ടത്തിലെ ഫാഷൻ സങ്കല്പങ്ങൾക്കനുസരിച്ച് വസ്ത്രങ്ങൾ ഒരുക്കുന്ന കേരളത്തിലെ സ്ത്രീകളുടെ മനസ്സിനിണങ്ങിയ ലേറ്റസ്റ്റ് കളക്ഷനുകളുടെ വൻ ശേഖരം. കണ്ണിന് കുളിർമയേകുന്ന വ്യത്യസ്തമായ വർണ്ണങ്ങളിൽ. ഹൈ ഫാഷൻ ബോട്ടിക് സോന ഗോൾഡിന് സമീപം ചെറുപുഴ. ഫോൺ 9961 451671.